ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ചരിത്രത്തെക്കുറിച്ചും പലരും പ്രതിപാദിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ വിജയത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നലകളെ മാത്രം മാതൃകയാക്കിയാൽ പോരാ. ഇന്നിൻ്റെ ആവശ്യം എന്താണ്? നാളെ എന്തായിരിക്കും ആവശ്യം? ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഒരു വിജയം കൈവരിക്കാനാകൂ. SLBS പ്രവർത്തന മികവ് നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് സിലബസും ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയമുള്ള മികച്ച അധ്യാപകരുടെ സേവനവും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് SLBSന്റെ പ്രധാന വിജയം. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ പലതരം സെഗ്മെന്റുകളാണുള്ളത്. സീ കാർഗോ, എയർ കാർഗോ, വെയർഹൗസിംഗ്, മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ് ഫേംസ്, ട്രാൻസ്പോർട്ട് കമ്പനീസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനീസ്, ഇങ്ങനെ പലതരം സെഗ്മെൻറ്റാണ്. ഓരോ സെഗ്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നേരത്തെ എന്തായിരുന്നോ 10 വർഷം മുമ്പ് കസ്റ്റംസിൽ എന്തൊക്കെയായിരുന്നോ ചെയ്തിരുന്നത്, ആ കാര്യങ്ങളല്ല ഇന്ന് ചെയ്യുന്നത്. ഇൻഡസ്ട്രി അപ്ഡേറ്റ് നടക്കുന്ന അനുസരിച്ച് മാത്രമാണ് ഇൻഡസ്ട്രിയിൽ, ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് നിലനിൽപ്പുള്ളൂ. SLBS ചെയ്യുന്നതും അതുതന്നെയാണ്. അപ്ഡേറ്റഡ് സിലബസുകൾ, അപ്ഡേറ്റഡ് തീംസ്, അപ്ഡേറ്റഡ് എക്സ്പീരിയൻസ്. SLBSന്റെ മികവ് അതിലാണ് പ്രധാനമായും ഉൾക്കൊണ്ടിരിക്കുന്നത്. SLBSന്റെ മികവ് അപ്ഡേറ്റഡ് ഇൻഡസ്ട്രി ഓറിയന്റേഷൻ ആണ്. ഒരു വിദ്യാർത്ഥിക്ക് ഇൻഡസ്ട്രിയിൽ ചെന്നാൽ എന്താണ് ആവശ്യം? ഉദാഹരണത്തിന് ഷിപ്പിംഗ് ഇൻഡസ്ട്രി, ഷിപ്പിംഗ് ബിൽ എന്താണ്, ബിൽ ഓഫ് എൻട്രി എന്താണ്, കൊമേഴ്സ്യൽ ഇൻവോയ്സ് എന്താണ്, പാക്കിംഗ് ലിസ്റ്റ് എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. അത് ദിവസേനയുള്ള ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് എന്താണ്, ഇതെല്ലാം ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു വിദ്യാർത്ഥി SLBSൽ നിന്ന് പുറത്തിറങ്ങുക. ഇതിന്റെ പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയർക്ക്, ജോലി കൊടുക്കുന്ന ഒരാൾക്ക്, വരുന്ന ഒരു കാൻഡിഡേറ്റ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഇല്ല എന്നൊരു തോന്നൽ ഉളവാക്കുന്നില്ല. ഒരു 7 വർഷം മുമ്പ് ഇ-വേ ബിൽ, GST, ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയില്ല. ഇന്ന് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം പ്രാവീണ്യമുള്ളവർക്കാണ് ഇൻഡസ്ട്രിയിൽ സ്ഥാനം നിലനിർത്താനാവും. SLBSും ആ പാതയാണ് പിന്തുടരുന്നത്. ഒരു വിദ്യാർത്ഥിയെ പ്രാക്ടിക്കലായിട്ട് എന്തെല്ലാം ഇതിൻ്റെ അകത്ത് പ്രാവീണ്യം നേടാൻ സാധിക്കും എന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇ-വേ ബിൽ, GST, ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇത് എങ്ങനെ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ്, അതേപോലെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആവശ്യമുള്ള SAP ട്രെയിനിങ്, സീ കാർഗോ ട്രെയിനിങ്, അതായത് കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ വിദ്യാർത്ഥിക്ക് മുൻപോട്ട് പോകാനാകൂ. ഇതെല്ലാം പ്രാക്ടിക്കലായി കൊടുക്കുന്നു എന്നുള്ളതാണ് SLBSനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകം. വിദ്യാർത്ഥികളുടെയും പേരൻസിൻ്റെയും പ്രധാന ആശങ്ക, പെൺകുട്ടികൾക്ക് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ സ്ഥാനമുണ്ടോ, അവർക്ക് ജോലി ലഭ്യമാകുമോ? വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എന്ന പോലെ തന്നെ ഒരേപോലെ ജോലി സാധ്യതയുള്ളൊരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കാർഗോ ഇൻഡസ്ട്രി, സീ കാർഗോ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ വെയർഹൗസിംഗ്, മാനുഫാക്ചറിംഗ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികൾ, ട്രേഡിംഗ് ഫേംസ്, ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇതെല്ലാം ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ സെഗ്മെന്റുകളാണ്. ഇതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ സാധ്യത ഉള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡോക്യുമെന്റേഷൻ, ഓപ്പറേഷൻസ്, പർച്ചേസ്, പ്രൊക്യൂർമെന്റ്, പ്ലാനിംഗ്, ഒരേപോലെ തൊഴിലവസരങ്ങളുള്ളതാണ് ഈ സെഗ്മെന്റുകളിലെല്ലാം തന്നെ. അതായത് മേൽ പറഞ്ഞ ഷിപ്പിംഗ് ആയാലും ശരി, മാനുഫാക്ചറിംഗ് ആയാലും ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികളായാലും ശരി, ട്രേഡിംഗ് ഫേംസ് ആയാലും ശരി, ട്രാൻസ്പോർട്ട് കമ്പനികളായാലും ശരി, ഇതിലെല്ലാം തന്നെ ഒരേപോലെ തൊഴിലവസരങ്ങളുള്ളതാണ് രണ്ട് കൂട്ടർക്കും. ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം മുന്നേറാൻ. അതായത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഏത് സെഗ്മെന്റിൽ വർക്ക് ചെയ്യും? ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണോ ഞാൻ വർക്ക് ചെയ്യേണ്ടത്? അതല്ല വെയർഹൗസിംഗ് ഇൻഡസ്ട്രിയിലാണോ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികളിലാണോ, ട്രേഡിംഗ് ഫേംസിലാണോ, ട്രാൻസ്പോർട്ട് കമ്പനീസിലാണോ? ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പഠനക്രമങ്ങളുണ്ട്, പ്രാക്ടിക്കൽ ആസ്പെക്റ്റുകളുണ്ട്. ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ആണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രൊബേഷൻ, 1 വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലറേഷൻ, 2 വർഷത്തിനുള്ളിൽ ഒരു സീനിയർ ലെവൽ, 4 വർഷത്തിനുള്ളിൽ ഒരു മാനേജീരിയൽ പൊസിഷൻ, ഇങ്ങനെ പടിപടിയായി മുന്നേറാനുള്ള ഒരു ഡിസയർ നിങ്ങൾക്കുണ്ടെങ്കിൽ SLBS നിങ്ങളുടെ കൂടെയുണ്ട്. മാനുഫാക്ചറിംഗ്, വെയർഹൗസിംഗ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ 6 മാസത്തെ പ്രൊബേഷന് ശേഷം 1.5 വർഷത്തിനുള്ളിൽ ഒരു ടീം ലീഡർ പൊസിഷൻ, 3 വർഷത്തിനുള്ളിൽ ഒരു സൂപ്പർവൈസർ പൊസിഷൻ, 5 വർഷത്തിനുള്ളിൽ മാനേജറിയൽ പൊസിഷൻ. ഇതേ ഫോക്കസോടുകൂടി മുമ്പോട്ട് പോയാൽ വിജയം നിങ്ങളുടേതാണ്. SLBS നിങ്ങളുടെ കൂടെയാണ്.